കാലവർഷം ആൻഡമാൻ തീരത്ത് എത്തിയതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഇതിന്റെ ഫലമായി സംസ്ഥാനത്ത് അടുത്ത 7 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. കൂടാതെ തെക്കൻ തമിഴ്നാടിന് മുകളിലായി ചക്രവാത ചുഴിയും നിലനിൽക്കുന്നുണ്ട്. തെക്കൻ തമിഴ്നാട് മുതൽ മഹാരാഷ്ട്ര വരെ ന്യൂനമർദ്ദ പാത്തിയും രൂപപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേർന്നുണ്ട്. ടിൻഡു, സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുകയാണ്. ഒപ്പം തന്നെ ഇത്തരത്തിൽ ന്യൂനമർദ്ദത്തിനുള്ള ഒരു സാധ്യത നിലനിൽക്കുകയാണ്. അതും വളരെയധികം പ്രതിസന്ധിയാക്കുകയല്ലേ? തീർച്ചയായും വിഷ്ണു, സംസ്ഥാനത്ത് കാലവർഷം ആൻഡമാൻ അല്ലെങ്കിൽ സംസ്ഥാനത്ത് കാലവർഷം നേരത്തെ എത്തും. കാലവർഷം ആൻഡമാൻ തീരം തൊട്ടു എന്നാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ഈ ആൻഡമാൻ തീരത്ത് കാലവർഷം എത്തിയതിന്റെ ഫലമായിട്ട് തന്നെ അടുത്ത 7 ദിവസം ഇടിമിന്നലോട് കൂടിയ ശക്തിയായ മഴയ്ക്ക് സാധ്യതയുള്ളതായിട്ടാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. തെക്കൻ തമിഴ്നാട്ടിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തമിഴ്നാട് തീരം മുതൽ തെക്കൻ മഹാരാഷ്ട്ര തീരം വരെ ന്യൂനമർദ്ദ പാത്തിയും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും അതിശക്തമായിട്ടുള്ള മഴ ലഭിക്കാനാണ് സാധ്യത. ഇന്ന് 4 ജില്ലകൾക്ക് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകൾക്ക് 3 ദിവസത്തേക്ക് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ എറണാകുളം, കൊല്ലം, തിരുവനന്തപുരം ജില്ലകൾ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിശക്തമായൊരു മഴയ്ക്കാണ് അതിശക്തമായൊരു മഴയാണ് ഈ വർഷം ലഭിക്കുന്നത്. ഇന്ന് 19-ാം തീയതിയോട് കൂടി തന്നെ കാലവർഷം ആൻഡമാൻ തീരത്ത് എത്തുമെന്നായിരുന്നു കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ പ്രവചനം. അത് തന്നെ സംഭവിച്ചിരിക്കുന്നു. ഇത് ആൻഡമാൻ തീരത്ത് കാലവർഷം എത്തിപ്പെട്ടിട്ടുണ്ട്. വരുന്ന 2 ദിവസത്തിനുള്ളിൽ ഇത് കേരള തീരത്തേക്ക് സഞ്ചരിച്ചു തുടങ്ങും. ഈ മാസം 31-ാം തീയതി തന്നെ സംസ്ഥാനത്ത് കാലവർഷം എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വേനൽ മഴയാണ്. ഇനി നിലവിലെ സാഹചര്യത്തിൽ വേനൽ മഴയ്ക്ക് ശേഷം ഒരു ഇടവേള ഇല്ലാതെ ആയിരിക്കും ഒരുപക്ഷെ മഴ ലഭിക്കുക. മുൻകാലങ്ങളിലൊക്കെ വേനൽ മഴയ്ക്ക് ശേഷം, അതായത് ഏപ്രിൽ തൊട്ട് പിന്നിലോട്ടുള്ള മാസങ്ങളിൽ വേനൽ മഴ ലഭിക്കുകയും മെയ് മാസത്തിൽ ഒരു ഇടവേള ലഭിക്കുകയും തുടർന്ന് ജൂണിൽ കാലവർഷം എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ 1 മാസത്തെ ഇടവേള ലഭിക്കുന്നില്ല. തുടർച്ചയായിട്ടുള്ള ഒരു മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. അതായത് ഇന്ന് മുതൽ 31-ാം തീയതി വരെയുള്ള ദിവസങ്ങളിലെ 7 ദിവസങ്ങളിൽ വേനൽ മഴ അതിശക്തമാകും. അതിനുശേഷം കാലവർഷം അതിശക്തമായി തന്നെ ലഭിക്കുമെന്ന്, അല്ലെങ്കിൽ അതിശക്തമായ ഒരു മഴ തന്നെ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഇതിനോടകം തന്നെ മലയോര മേഖലകളിലൊക്കെ അതിസുരക്ഷാ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. KSTMയുടെ ഉൾപ്പെടെ, അല്ലെങ്കിൽ ദുരന്ത നിവാരണ അതോറിറ്റിയൊക്കെ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ മണിക്കൂറുകൾ ഇടവിട്ട് പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കാറ്റ് ഗതിയിൽ വേഗത കൂടാൻ സാധ്യതയുണ്ട്. സ്വാഭാവികമായിട്ടും മൺസൂൺ ആരംഭിക്കുന്നത് 40 കിലോമീറ്റർ വേഗത കാറ്റിലാണ്. പക്ഷെ ഒരുപക്ഷെ പ്രവചനാതീതമായിട്ടൊക്കെ കാറ്റ് വീശാനുള്ള സാധ്യതയും മുന്നിൽ കാണും. എന്തായാലും വരും മണിക്കൂറുകളിൽ മഴ ശക്തമാവും. വരുന്ന ദിവസങ്ങളിലും അതിശക്തമായ മഴ ലഭിക്കും. ആൻഡമാൻ തീരത്ത് കാലവർഷം എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ 7 ദിവസം സംസ്ഥാനത്ത് ഇതിന്റെ ഫലമായി തന്നെ അതിശക്തമായിട്ടുള്ള മഴ ലഭിക്കും. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. തെക്കൻ തമിഴ്നാട് തീരം മുതൽ തെക്കൻ മഹാരാഷ്ട്ര തീരം വരെ ന്യൂനമർദ്ദ പാത്തി നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ ഫലമായിട്ട് തന്നെ വലിയ രീതിയിലുള്ള മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. പശ്ചിമഘട്ടത്തിലും അതിശക്തമായിട്ടുള്ള രീതിയിൽ തന്നെ മഴ ലഭിക്കാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. വിഷ്ണു, ടിൻഡു ദാസാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.